ഹലോ, ഇന്ന് ചോറിന് ഒരു പറ്റിയ കറിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ നല്ല അയലക്കറി. അപ്പം കേട്ടിട്ട് തന്നെ നല്ല കൊതി വരുന്നില്ലേ? കണ്ടിട്ടും അതുപോലെ തന്നെ രുചിച്ചാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല തേങ്ങ അരച്ച ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഹലോ, ഇതേ നല്ല അയല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയിട്ടാണ് ഈ അയലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ 4 അയല മുഴുവനായിട്ട് തന്നെ ഒരു മീഡിയം സൈസ് വരഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ, ഒരു 4-5 അല്ലി കറിവേപ്പില, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ചുവന്നുള്ളി. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അപ്പോൾ ഈ കറിക്ക് നല്ല കുറുകലുണ്ടാവും. ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ കുടംപുളി വേണം 2-3 കഷ്ണം. പിന്നെ പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, നല്ല മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ ഉപ്പ്, പിന്നെ കടുക് വറക്കാനായിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ കടുക് മുലുവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഈ സ്പെഷ്യൽ മസാല, മീൻകറിക്കുള്ള അയലക്കറിക്കുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ അയലക്കറി വെക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അയല നിരത്തി വെച്ചു. പിന്നെ നമ്മുടെ ഈ അരപ്പ് നല്ല വെണ്ണ പോലെ അരയ്ക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുടംപുളി കുതിർത്തത് അതിൻ്റെ കുതിർത്ത വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ പിന്നെ പൊടികളും എല്ലാം ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നാലേ എല്ലായിടത്തോട്ടും ആവുള്ളൂ. ആ മീനിലെല്ലാം ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് അടക്കുമ്പം ആ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട്, പക്ഷെ ചെറിയ തീയേ വരുന്നുള്ളൂ. അപ്പോഴാണ് ആ അയലക്കകത്ത് എല്ലാം അങ്ങ് പിടിക്കുകയുള്ളൂ. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അരപ്പ് ഭയങ്കര തിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളമുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ കൂട്ടത്തിൽ എൻ്റെ കൈയും കഴുകി അങ്ങ് ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പം ഇത് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. ഞാനപ്പം കുറച്ചും കൂടെ വെള്ളം ഒന്ന് കലക്കിനകത്തോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം, ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് സ്പൂണൊന്നും ഇടരുത്, കണ്ടോ, ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒത്തിരി ചാറ് വേണ്ട. ഇത് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ മുകളിൽ കുറച്ച് മുളക് പൊടി ഇങ്ങനെ കട്ടിയായിട്ട് കിടപ്പുണ്ട്. അതിനെയൊക്കെ ഒന്ന് വിടർത്തി എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒത്തിരി ഹൈ ഹീറ്റിലിടരുത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് ഒരു 5 തൊട്ട് 6 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് നമുക്കിതിനെ മീനിനെ വേവിച്ചെടുക്കാം. നമ്മുടെ അയലക്കറി ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അയലയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 5 മിനിറ്റ്സ് നമുക്കിതിനെ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ അയലക്കറി റെഡിയായി. അപ്പം ഞാൻ വേറൊരു പാനിൽ വെളിച്ചെണ്ണയിൽ, നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് മുലുവയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് ആ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി ഇങ്ങനെ എടുക്കണം. വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് വേണം നല്ല മൊരിയുന്ന വരെ നമുക്കതിനെ വഴറ്റി എടുക്കാം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പൊന്ന് അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നല്ല കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കറിയുടെ മുകളിലോട്ട് ഒന്ന് തളിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വേറെ ഒരു കൂട്ടാനും വേണ്ട. ചോറ് തീരുന്ന അറിയത്തില്ല. ഈ അയലക്കറി കൂട്ടി നമുക്ക് നല്ല ഉഷാറായിട്ട് ചോറ് കഴിക്കാം. ഞാനിത് അതിൻ്റെ മുകളിലൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ അയലക്കറിയുടെ മുകളിലോട്ട് ആ വെളിച്ചെണ്ണയിൽ താളിച്ച മുളകും ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കും. നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഒരു പാത്രത്തിൽ സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ചട്ടിയിലല്ലേ, നമുക്ക് അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്ത് കാണിച്ചു തരാം.